പ്രപഞ്ചം എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അത് കാരണം ഗാലക്സികളെല്ലാം പരസ്പരം അകലുന്നത് നിരീക്ഷണങ്ങളിലൂടെ നമുക്ക് നേരിട്ട് കാണാനും സാധിക്കും. എന്നാൽ ഈ പ്രപഞ്ച വികാസത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത നിഗൂഢമായ ഒരു ശക്തിയാണ്. അതിന് ശാസ്ത്രലോകം നൽകിയിരിക്കുന്ന പേരാണ് ഡാർക്ക് എനർജി. പ്രപഞ്ചത്തിന്റെ 70% യഥാർത്ഥത്തിൽ ഡാർക്ക് എനർജിയാണ്. എങ്കിൽ പോലും ശരിക്കും എന്താണ് ഡാർക്ക് എനർജി എന്ന് ഇന്നേ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അത്രയേറെ നിഗൂഢമായ ഒന്നാണ് ഡാർക്ക് എനർജി. ഇതെങ്ങനെ രൂപം കൊള്ളുന്നു എന്നത് പണ്ട് മുതലേ ശാസ്ത്രലോകത്തിനെ വട്ടം കറക്കുന്ന ഒരു ചോദ്യമാണ്. നിർഭാഗ്യവശാൽ ഇന്നേ വരെ അതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. എന്നാൽ ഡാർക്ക് എനർജി ഉണ്ടാക്കുന്നത് ഒരുപക്ഷെ ബ്ലാക്ക് ഹോൾസ് ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുതിയൊരു സിദ്ധാന്തം പറയുന്നത്. ഡാർക്ക് എനർജിയെ വിവരിക്കാൻ ശ്രമിക്കുന്ന ബാക്കി എല്ലാ സിദ്ധാന്തങ്ങളും ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ പുതിയ സിദ്ധാന്തം ഡാർക്ക് എനർജിയെ കൃത്യമായി വിവരിക്കുന്നു എന്ന് മാത്രമല്ല, ബ്ലാക്ക് ഹോൾസിന് പിന്നിലെ നിഗൂഢതകളെ പോലും നീക്കുന്നുണ്ട്. പഠനങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഇത് ശരിവെക്കുന്ന ചില സൂചനകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയ സിദ്ധാന്തം ശരിക്കും എന്താണെന്നും ഡാർക്ക് എനർജി ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ ബ്ലാക്ക് ഹോൾസിനുള്ളിൽ തന്നെയാണോ എന്നും നമുക്ക് നോക്കാം. പ്രപഞ്ചം വികസിക്കുന്നുണ്ടെന്ന കാര്യം ഏകദേശം 1 നൂറ്റാണ്ടിന് മുന്നേ നമ്മൾ കണ്ടെത്തിയതാണ്. ഇങ്ങനെ വികസിക്കുന്നത് ബിഗ് ബാങ്ങിന്റെ ആഘാതത്തിലായിരിക്കുമെന്നാണ് പണ്ട് കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ കാലക്രമേണ ഈ വികാസത്തിന്റെ വേഗത കുറയുമെന്നും കരുതിയിരുന്നു. എന്നാൽ 1990കളുടെ അവസാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായി. യഥാർത്ഥത്തിൽ പ്രപഞ്ച വികാസത്തിന്റെ വേഗത നിരന്തരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും കുറയുന്നില്ല. അതായത് എന്തോ ഒന്ന് അവയെ പിടിച്ച് തള്ളിക്കൊണ്ടിരിക്കുന്നത് പോലെ. താരതമ്യേന പറഞ്ഞാൽ, ഒരു പന്തിനെ നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ അത് സ്ലോ ആവുകയും തിരിച്ച് നിലത്ത് വന്ന് വീഴുകയും ചെയ്യുന്നതിന് പകരം അതിന്റെ വേഗത കൂടിക്കൂടി അവസാനം അന്തരീക്ഷവും കടന്ന് ബഹിരാകാശത്തിലെത്തുന്നത് പോലെയാണ് പ്രപഞ്ച വികാസത്തിന്റെ വേഗത ആക്സിലറേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഡാർക്ക് എനർജി ആന്റി ഗ്രാവിറ്റി പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. എന്തെന്നാൽ സാധാരണഗതിയിൽ ചിന്തിച്ചാൽ ഗ്രാവിറ്റി കാരണം ഗാലക്സികളെല്ലാം അടുത്തോട്ട് വരികയാണ് ചെയ്യേണ്ടത്. എന്നിട്ടും പ്രപഞ്ചം വികസിക്കുകയും ആ വികാസത്തിന്റെ വേഗത ആക്സിലറേറ്റ് ചെയ്യപ്പെടുകയുമാണെങ്കിൽ അതിനർത്ഥം ഗ്രാവിറ്റിയേക്കാൾ ശക്തിയിൽ പ്രവർത്തിക്കുന്ന മറ്റെന്തോ ഒന്ന് പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഡാർക്ക് എനർജി. പ്രപഞ്ചത്തിനെ വികസിക്കാൻ സഹായിക്കുന്നത് ഈ ഡാർക്ക് എനർജിയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡാർക്ക് എനർജി ശരിക്കും എന്താണെന്ന് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല എന്നതാണ് സത്യം. ഡാർക്ക് എനർജി ഒരു തരത്തിലുമുള്ള പ്രകാശവും പുറപ്പെടുവിക്കില്ല, ഒരു മാറ്ററുമായും ഇന്ററാക്റ്റും ചെയ്യില്ല, പ്രകാശവുമായിട്ട് പോലും ഇന്ററാക്ട് ചെയ്യില്ല. ഒന്നിനും അതിനെ തൊടാനോ ആർക്കും അതിനെ കാണാനോ കഴിയില്ല. അത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ആകെയുള്ള ഒരേയൊരു തെളിവ് അത് മറ്റ് വസ്തുക്കളിൽ ചെലുത്തുന്ന സ്വാധീനം മാത്രമാണ്. അതായത് പ്രപഞ്ചം വികസിക്കുന്നു എന്നത് മാത്രമാണ് തെളിവ്. ഡാർക്ക് എനർജിക്ക് പിന്നിൽ പല സിദ്ധാന്തങ്ങളും മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേരും അംഗീകരിക്കുന്നത് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് സിദ്ധാന്തമാണ്. ഈ സിദ്ധാന്തം അനുസരിച്ച് ശൂന്യാകാശം യഥാർത്ഥത്തിൽ പൂർണ്ണമായും ശൂന്യമല്ല. സകല കണികകളെയും എടുത്തു മാറ്റിക്കൊണ്ട് ഒരു പെർഫെക്റ്റ് ആയ വാക്യൂം നമ്മൾ സൃഷ്ടിച്ചാൽ പോലും ആ വാക്യൂം ശരിക്കും ശൂന്യമല്ല. എന്തെന്നാൽ ബഹിരാകാശത്തിന് സ്വന്തമായിട്ടുള്ള മാറ്റമില്ലാത്തതായ ഒരു തരം ഊർജമുണ്ട്. അതാണ് വാക്യൂം എനർജി. ഈ വാക്യൂം എനർജി തന്നെയാണ് ഡാർക്ക് എനർജിയും. അപ്പോൾ ഈ സിദ്ധാന്ത പ്രകാരം ഡാർക്ക് എനർജി എന്നത് ബഹിരാകാശത്തിന്റെ തന്നെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. ഓർക്കുക, വാക്യൂം എനർജി എന്നത് സ്പേസിലുള്ള എനർജി അല്ല, മറിച്ച് സ്പേസിന്റെ എനർജിയാണ്. എന്നുവെച്ചാൽ സ്പേസ് തന്നെയാണ് വാക്യൂം എനർജിയും വാക്യൂം എനർജി തന്നെയാണ് സ്പേസും. അതിനാൽ ഡാർക്ക് എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സാധാരണ ഒരു മാറ്ററിനെ, ഉദാഹരണത്തിന് ഒരു എലാസ്റ്റിക്കിനെ വലിച്ചു നെടുക്കിയാൽ അപ്പോഴും എലാസ്റ്റിക്കിൽ നേരത്തെയുള്ള അത്രയും മാറ്റർ മാത്രമേ ഉണ്ടായിരിക്കൂ. ആകെ സാന്ദ്രതയിൽ മാത്രമേ വ്യത്യാസമുണ്ടാകൂ. വലിച്ചു നെടുക്കുന്നതിന് മുന്നേ അതിന്റെ ഭാരം 100 ഗ്രാം ആയിരുന്നെങ്കിൽ വലിച്ചു നെടുക്കിയ ശേഷവും 100 ഗ്രാം തന്നെ ആയിരിക്കും. എലാസ്റ്റിക് മാത്രമല്ല, പ്രപഞ്ചത്തിൽ കാണാൻ കഴിയുന്ന ഏതൊരു മാറ്ററും ഇങ്ങനെ തന്നെയാണ്. എന്നാൽ വാക്യൂം എനർജി അഥവാ ഡാർക്ക് എനർജി ഇങ്ങനെയല്ല. അത് ബഹിരാകാശത്തിന്റെ അടിസ്ഥാന സ്വഭാവമായതിനാൽ ബഹിരാകാശം വികസിക്കുമ്പോൾ അതോടൊപ്പം ഡാർക്ക് എനർജിയും വർദ്ധിക്കും. ഉദാഹരണത്തിന് 10 സെന്റിമീറ്റർ വ്യാപ്തിയുള്ള സ്പേസ് ഇരട്ടിയായി വികസിക്കുമ്പോൾ, അതായത് 20 സെന്റിമീറ്റർ ആകുമ്പോൾ അതോടൊപ്പം അവിടെയുണ്ടായിരുന്ന ഡാർക്ക് എനർജിയും ഇരട്ടിയാകും. എന്തെന്നാൽ ആദ്യത്തെ 10 സെന്റിമീറ്ററിലുണ്ടായിരുന്ന അത്രയും ഡാർക്ക് എനർജി അധികമായിട്ടുണ്ടായ 10 സെന്റിമീറ്ററിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഡാർക്ക് എനർജിയുടെ സാന്ദ്രത ഒരിക്കലും കുറയില്ല. എല്ലായിടത്തും എപ്പോഴും ഒരേ അളവിൽ തന്നെ ആയിരിക്കും.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഡാർക്ക് എനർജിയുടെ സാന്ദ്രത എപ്പോഴും എല്ലായിടത്തും കോൺസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ സിദ്ധാന്തത്തിന് കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്ന് പേര് നൽകിയിരിക്കുന്നത്. പക്ഷേ പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് ഡാർക്ക് എനർജിയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡാർക്ക് എനർജി കൂടുന്നതിനനുസരിച്ച് പ്രപഞ്ച വികാസത്തിന്റെ വേഗതയും കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് സിദ്ധാന്തം ഡാർക്ക് എനർജിയെയും പ്രപഞ്ച വികാസത്തിനെയും ഒക്കെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ സിദ്ധാന്തത്തിന് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇത് പ്രകാരം കണക്കുകൂട്ടി നോക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ഇന്നുള്ളതിനേക്കാൾ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും മടങ്ങ് കൂടുതൽ ഡാർക്ക് എനർജി ഉണ്ടായിരിക്കണം. എന്നാൽ ഇത്രയും ഡാർക്ക് എനർജി ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ തീവ്രമായ ശക്തി കാരണം ആറ്റങ്ങൾക്ക് പോലും നിലനിൽക്കാൻ കഴിയില്ലായിരുന്നു. ആറ്റങ്ങളെല്ലാം ഡാർക്ക് എനർജി കാരണം പണ്ടേ തന്നെ വേർപിരിഞ്ഞ് നശിച്ചു പോയേനെ. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രപഞ്ചം തന്നെ ഇന്ന് നിലനിൽക്കില്ലായിരുന്നു. വാക്യൂം കാറ്റാസ്ട്രഫി എന്നാണ് ഈ വിരോധാഭാസത്തിന് നൽകിയിരിക്കുന്ന പേര്. അപ്പോൾ ഈ സിദ്ധാന്തം ഒന്നുകിൽ പൂർണ്ണമായും തെറ്റായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്തെങ്കിലും ഘടകമുണ്ടായിരിക്കും. അതുകൊണ്ട് ഡാർക്ക് എനർജിയെ വിവരിക്കാൻ ശാസ്ത്രലോകം മറ്റ് സിദ്ധാന്തങ്ങളും തേടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഡാർക്ക് എനർജിക്ക് പിന്നിൽ ബ്ലാക്ക് ഹോൾ കടന്നു വന്നത്. 2023 വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള ഒരു കൂട്ടം ഗവേഷകർ ഡാർക്ക് എനർജിക്ക് പിന്നിൽ സയൻസ് ഫിക്ഷൻ ആണെന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരു പുതിയ സാങ്കല്പിക സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. കോസ്മോളജിക്കൽ കപ്ലിംഗ് എന്നാണ് ഈ സിദ്ധാന്തത്തിന്റെ പേര്. ബ്ലാക്ക് ഹോൾസ് പ്രപഞ്ച വികാസവുമായി യോജിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ സിദ്ധാന്തത്തിന് പിന്നിലെ ആശയം. അതായത് ഈ സിദ്ധാന്തം അനുസരിച്ച് വാക്യൂം എനർജി ഉള്ളത് സ്പേസിലല്ല, എന്നാൽ സാധാരണ ബഹിരാകാശത്തിൽ വാക്യൂം എനർജി ഉണ്ടാകാൻ ആവശ്യമായ സാഹചര്യങ്ങളില്ല. അഥവാ ഉണ്ടായാലും ആ ക്ഷണം തന്നെ അത് അപ്രത്യക്ഷമാകും. എന്നാൽ ബ്ലാക്ക് ഹോൾസിൽ വാക്യൂം എനർജി ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. ബ്ലാക്ക് ഹോൾസിന്റെ മധ്യത്തിൽ സിംഗുലാരിറ്റി ആണെന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന മാറ്റർ മുഴുവൻ കംപ്രസ് ആവുകയും അനന്തമായ സാന്ദ്രതയുള്ള ഒരു ബിന്ദുവായി മാറുകയും ചെയ്യും. ഈ ബിന്ദുവാണ് സിംഗുലാരിറ്റി. പക്ഷേ കോസ്മോളജിക്കൽ കപ്ലിംഗ് സിദ്ധാന്ത പ്രകാരം ബ്ലാക്ക് ഹോൾസിന്റെ ഉള്ളിൽ സിംഗുലാരിറ്റി ഇല്ല. പകരം നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അതിലുണ്ടായിരുന്ന മാറ്റർ മുഴുവൻ തീവ്രമായ ഗ്രാവിറ്റേഷണൽ പ്രഷർ കാരണം സ്പേസ് ആയി മാറും. അതായത് ശൂന്യാകാശം നിർമ്മിതമായിരിക്കുന്ന അതേ ഘടകമായി മാറും. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് എന്നത് സ്പേസ് കൊണ്ട് നിർമ്മിതമായ ഒരു ഗോളമാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ബ്ലാക്ക് ഹോൾസ് ബഹിരാകാശത്തിന്റെ തന്നെ സാന്ദ്രത കൂടിയ ഭാഗങ്ങളാണ്. ഈ സ്പേസ് ഗോളം ഉണ്ടാകുന്ന അതേ സമയം തന്നെ തീവ്രമായ സമ്മർദ്ദം കാരണം അതിനുള്ളിൽ വാക്യൂം എനർജി അഥവാ ഡാർക്ക് എനർജിയും ഉണ്ടാകും. ഗോളത്തിന്റെ വലിപ്പത്തിനനുസരിച്ചുള്ള അളവിലായിരിക്കും അവിടെ വാക്യൂം എനർജി ഉണ്ടാകുന്നത്. വാക്യൂം എനർജിക്കുള്ളത് നെഗറ്റീവ് പ്രഷറാണ്. എന്നുവെച്ചാൽ അത് ചുറ്റുമുള്ള എല്ലാത്തിനെയും പിടിച്ച് തള്ളും. അതായത് ഗ്രാവിറ്റിയുടെ നേരെ വിപരീതമായ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇത് സ്പേസിനെയും പിടിച്ച് തള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹിരാകാശം വികസിക്കുന്നത്. എന്നിരുന്നാലും ഇത് യഥാർത്ഥത്തിൽ ഗ്രാവിറ്റിയേക്കാൾ ശക്തമല്ല. അതുകൊണ്ടാണ് ഗ്രാവിറ്റിയിൽ കുടുങ്ങിക്കിടക്കുന്ന വസ്തുക്കളൊന്നും പരസ്പരം അകലാത്തത്. ഒരു ഗാലക്സിയിലുള്ള വസ്തുക്കൾ തമ്മിൽ അകലാത്തതും അങ്ങനെ ഗാലക്സികളൊക്കെ നശിച്ചു പോകാതെ നിലനിൽക്കുന്നതും അതുകൊണ്ടാണ്. നമ്മുടെ സൗരയൂഥത്തിലെ വസ്തുക്കൾ തമ്മിൽ അകലാത്തതും അതുകൊണ്ടാണ്. ബ്ലാക്ക് ഹോൾസിന് തീവ്രമായ ഗ്രാവിറ്റി ഉള്ളതും അതിന് മറ്റ് വസ്തുക്കളെയൊക്കെ വിഴുങ്ങാൻ കഴിയുന്നതും അതുകൊണ്ട് തന്നെ. എന്നാൽ ഗ്രാവിറ്റിയിൽ കുടുങ്ങിക്കിടക്കാത്തതായ വസ്തുക്കൾ, അതായത് ഒരുപാട് അകലെ നിൽക്കുന്ന വസ്തുക്കൾ പരസ്പരം അകലും. അങ്ങനെ പറയുമ്പോൾ ഡാർക്ക് എനർജിയാണ് ഈ ഗാലക്സികളെ തമ്മിൽ അകറ്റുന്നതെന്ന് കരുതരുത്. സ്പേസിനെ വികസിപ്പിക്കാൻ മാത്രമേ ഡാർക്ക് എനർജിക്ക് കഴിയൂ. സ്പേസ് വികസിക്കുമ്പോൾ ആ സ്പേസിലുള്ള ഗാലക്സികളും സ്പേസിനൊപ്പം പോകുന്നതാണ്. അതായത് ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ അതിലുള്ള പുള്ളികൾ പരസ്പരം അകലുന്നത് പോലെ. എന്തായാലും ബ്ലാക്ക് ഹോൾസ് ബഹിരാകാശത്തിന്റെ തന്നെ ഭാഗങ്ങളായതിനാൽ ബഹിരാകാശം വികസിക്കുമ്പോൾ സ്വാഭാവികമായും അതിനൊപ്പം ബ്ലാക്ക് ഹോൾസും വികസിക്കും. ബ്ലാക്ക് ഹോൾസ് വലുതാകുമ്പോൾ അതേസമയം അതിന്റെ ഉള്ളിൽ വീണ്ടും കൂടുതൽ വാക്യൂം എനർജി ഉണ്ടാകും. അങ്ങനെ ബ്ലാക്ക് ഹോൾസിന്റെ മാസും വർദ്ധിക്കും. കൂടുതൽ ഡാർക്ക് എനർജി ഉണ്ടാകുമ്പോൾ ബഹിരാകാശം വീണ്ടും കൂടുതൽ വേഗത്തിൽ വികസിക്കും. അപ്പോൾ ബ്ലാക്ക് ഹോൾസ് വീണ്ടും വലുതാകും. ഇങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് കാരണമാണ് പ്രപഞ്ച വികാസത്തിന്റെ വേഗത എപ്പോഴും കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പ്രപഞ്ച വികാസത്തിനെയും ഡാർക്ക് എനർജിയെയും ഈ സിദ്ധാന്തം വളരെ കൃത്യമായി വിവരിക്കുന്നുണ്ട്. വിവരിക്കുക മാത്രമല്ല, ഇതിനെ പിന്തുണയ്ക്കുന്ന ചില സൂചനകളും നിരീക്ഷണങ്ങളിലൂടെ ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാന സൂചന എന്നത് ബ്ലാക്ക് ഹോൾസ് വളരുന്ന വേഗതയാണ്. ബ്ലാക്ക് ഹോൾസ് വളരുന്ന വേഗതയും പ്രപഞ്ചം വികസിക്കുന്ന വേഗതയും തമ്മിൽ താരതമ്യം ചെയ്തു നോക്കിയപ്പോൾ രണ്ടും ഏകദേശം തുല്യമാണെന്ന് മനസ്സിലായി. എന്നുവെച്ചാൽ പ്രപഞ്ചം എത്രമാത്രം വികസിച്ചുവോ അതേ അനുപാതത്തിലാണ് ബ്ലാക്ക് ഹോൾസ് വളർന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്.
മറ്റൊരു പ്രധാന സൂചന സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ആണ്. ഗാലക്സികളുടെ മധ്യഭാഗത്തിൽ കാണപ്പെടുന്ന അതിഭീമാകാരമായ ബ്ലാക്ക് ഹോൾസ് ആണ് സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ്. പക്ഷേ ഇത്തരം ബ്ലാക്ക് ഹോൾസ് എങ്ങനെ രൂപം കൊണ്ടു എന്നത് വളരെ വലിയൊരു നിഗൂഢതയാണ്. എന്തെന്നാൽ ബ്ലാക്ക് ഹോൾസ് വലിപ്പം വയ്ക്കുന്നത് മറ്റ് വസ്തുക്കളെ വിഴുങ്ങുന്നതിലൂടെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ചില സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ മാസ് നോക്കുമ്പോൾ അത് ഒരുപാട് കൂടുതലാണ്. കൂടുതൽ എന്ന് വെച്ചാൽ മറ്റ് വസ്തുക്കളെ വിഴുങ്ങുന്നതിലൂടെ മാത്രം ഈ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിനെ ഇത്രയേറെ ഭീമാകാരമായിട്ട് വളരാൻ പ്രപഞ്ചത്തിന്റെ ഇത്രയും കാലത്തെ ആയുസ് മതിയാകില്ല. പ്രപഞ്ചത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായ ചില ഗാലക്സികളെ നിരീക്ഷിക്കുമ്പോൾ അവയിലും ഭീമൻ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ഉള്ളതായി കാണാം. അത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഒരു കാരണവശാലും ഇത്രയും വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകേണ്ടതല്ല. ഇനി മറ്റു ചില ഗാലക്സികളിൽ വാതകങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ തീരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള ഗാലക്സികളിൽ വിഴുങ്ങാനുള്ള പദാർത്ഥങ്ങളുടെ അളവ് കുറവായതിനാൽ സ്വാഭാവികമായും അവയുടെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് തീരെ ചെറുതായിരിക്കണം. എന്നാൽ ഇത്തരം ഗാലക്സികളിൽ പോലും വളരെ വലിയ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിനെയാണ് കാണാൻ കഴിയുന്നത്. ഈ ബ്ലാക്ക് ഹോൾസിന് വിഴുങ്ങാനുള്ള പദാർത്ഥങ്ങളൊക്കെ എവിടുന്ന് കിട്ടി? ഇങ്ങനെ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിന്റെ ഉത്ഭവം വളരെ വലിയൊരു നിഗൂഢതയാണ്. സാധാരണഗതിയിൽ, അതായത് പദാർത്ഥങ്ങളെ വിഴുങ്ങുന്നതിലൂടെ മാത്രം എന്തായാലും ഇത്രയും വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ ബ്ലാക്ക് ഹോൾസിന് വലിപ്പം വയ്ക്കാൻ തീർച്ചയായും മറ്റെന്തോ മാർഗങ്ങളും കൂടെ ഉണ്ടെന്ന് ചിന്തിക്കേണ്ടി വരും. ഇതിനൊക്കെ പുറമെ കോസ്മോളജിക്കൽ കപ്ലിംഗ് സിദ്ധാന്തം രൂപപ്പെടുത്തിയ ഗവേഷകര് നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ ബ്ലാക്ക് ഹോൾസിന്റെയും ഡാർക്ക് എനർജിയുടെയും അളവുകൾ ഉപയോഗിച്ച് ചില കണക്കുകൂട്ടലുകൾ നടത്തി നോക്കി. അപ്പോൾ പ്രപഞ്ചത്തിലെ ആകെ മൊത്തം ബ്ലാക്ക് ഹോൾസിന്റെ മാസ് പ്രപഞ്ചത്തിന്റെ മൊത്തം മാസിന്റെ 70% കണ്ടെത്തി. അത് ഡാർക്ക് എനർജിയുടെ അതേ അളവിന് സമാനമാണ്. ഇതൊക്കെയാണ് കോസ്മോളജിക്കൽ കപ്ലിംഗ് സിദ്ധാന്തത്തിനെ പിന്തുണയ്ക്കുന്ന ചില സൂചനകൾക്ക് പുറമെ ഈ സിദ്ധാന്തം കൊണ്ട് നിരവധി നിഗൂഢതകളെയും വിവരിക്കാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സിംഗുലാരിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് ഹോൾസിന്റെ കേന്ദ്രഭാഗത്തിൽ സിംഗുലാരിറ്റി ഉണ്ടെന്നാണ് നിലവിൽ നമ്മൾ കരുതുന്നത്. ഈ സിംഗുലാരിറ്റിക്ക് അനന്തമായ സാന്ദ്രതയും അനന്തമായ മാസുമുണ്ട്. നിർഭാഗ്യവശാൽ അനന്തത വരുമ്പോൾ നമ്മുടെ ഭൗതിക ശാസ്ത്രത്തിലെ നിയമങ്ങളെല്ലാം തകരും. നമ്മുടെ അറിവുകളൊന്നും പൂർണ്ണമല്ലെന്നാണ് അതിനർത്ഥം. എന്നാൽ കോസ്മോളജിക്കൽ കപ്ലിംഗ് സിദ്ധാന്തം ഈ പ്രശ്നത്തിനെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ്. ഈ സിദ്ധാന്തം ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്യൂം കാറ്റാസ്ട്രഫി എന്ന പ്രശ്നവും ഉണ്ടാകില്ല. ഡാർക്ക് എനർജി എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനും ഈ സിദ്ധാന്തം കൃത്യമായ ഉത്തരം നൽകുന്നുണ്ട്. ഡാർക്ക് എനർജിയുടെ സാന്ദ്രത എല്ലായിടത്തും ഒരേപോലെ അല്ലെന്നാണ് നിരീക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സിദ്ധാന്തം അതും പരിഹരിക്കുന്നുണ്ട്. കാരണം ബ്ലാക്ക് ഹോൾസിന്റെ സാന്ദ്രതയ്ക്ക് അനുസരിച്ചായിരിക്കും ഡാർക്ക് എനർജിയുടെ സാന്ദ്രതയും. ജ്യോതിശാസ്ത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട നിഗൂഢതയാണ് ഹബിൾ ടെൻഷൻ. വളരെ നിസ്സാരമായിട്ട് പറഞ്ഞാൽ, പ്രപഞ്ചത്തിന്റെ ആദ്യകാല ഡാറ്റ വെച്ച് നോക്കുമ്പോൾ പ്രപഞ്ചം എത്ര വേഗത്തിലാണോ ഇന്ന് വികസിക്കേണ്ടത് അതിനേക്കാൾ കൂടുതൽ വേഗത്തിലാണ് ഇന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കോസ്മോളജിക്കൽ കപ്ലിംഗ് സിദ്ധാന്തം ഈ നിഗൂഢതയും ഇല്ലാതാക്കുന്നുണ്ട്. എന്തെന്നാൽ ഈ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ ബ്ലാക്ക് ഹോൾസ് കൂടുന്നതിനനുസരിച്ചാണ് പ്രപഞ്ച വികാസ വേഗതയും കൂടുന്നത്. ആദ്യകാലത്തിൽ ബ്ലാക്ക് ഹോൾസ് തീരെ കുറവായിരുന്നു. പിന്നീട് ബ്ലാക്ക് ഹോൾസ് കൂടി വന്നപ്പോൾ വികാസത്തിന്റെ വേഗതയും കൂടി. ഇങ്ങനെ ജ്യോതിശാസ്ത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട നിരവധി പ്രതിസന്ധികളെ ഈ സിദ്ധാന്തം പൂർണ്ണമായും ഒഴിവാക്കുന്നുണ്ട്. സാധാരണ ഒരു പുതിയ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ സാധൂകരിക്കാൻ വേണ്ടി പുതിയ ബഹിരാകാശ വസ്തുക്കളും വിചിത്രമായ പ്രതിഭാസങ്ങളും ശാസ്ത്ര നിയമങ്ങളും വരെ സങ്കല്പിക്കേണ്ടി വരും. അത് കാരണം ഉത്തരങ്ങളെക്കാൾ കൂടുതൽ ചോദ്യങ്ങളായിരിക്കും മിക്കവാറും ഇത്തരത്തിലുള്ള പുതിയ സിദ്ധാന്തങ്ങൾ നൽകുന്നത്. എന്നാൽ കോസ്മോളജിക്കൽ കപ്ലിംഗിന്റെ ഒരു വലിയ നേട്ടമെന്നത് ഇത് പുതുതായി ഒരു വസ്തുക്കളും നിയമങ്ങളും അങ്ങനെ ഒന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഓൾറെഡി നിലനിൽക്കുന്നവയെ സംയോജിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് ഉത്തരങ്ങൾ നൽകുന്നതല്ലാതെ പുതിയ ചോദ്യങ്ങൾ ഇത് മുന്നോട്ട് വയ്ക്കുന്നില്ല. എന്നിരുന്നാലും ഇത് പൂർണ്ണമായും ഉത്തമമായ സിദ്ധാന്തമാണെന്ന് പറയാൻ കഴിയില്ല. ഈ സിദ്ധാന്തത്തിനും ചില പോരായ്മകളും വെല്ലുവിളികളുമുണ്ട്. കോസ്മോളജിക്കൽ കപ്ലിംഗിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം ബ്ലാക്ക് ഹോൾസിന്റെ വലിപ്പമാണ്. പ്രപഞ്ച വികാസത്തിനനുസരിച്ചാണ് ബ്ലാക്ക് ഹോൾസ് വലിപ്പം വയ്ക്കുന്നതെങ്കിൽ ഇത്രയും കാലത്തെ വികാസം കാരണം പ്രപഞ്ചത്തിൽ വളരെ വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരിക്കേണ്ടതാണ്. TON 618ഉം ഫീനിക്സ് എ സ്റ്റാറും പോലെയുള്ള ബൃഹത്തായ ചില ബ്ലാക്ക് ഹോൾസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫീനിക്സ് എ സ്റ്റാറിന് നമ്മുടെ സൂര്യന്റെ 10,000 കോടി മടങ്ങ് മാസുണ്ട്. എന്നാൽ സിദ്ധാന്തം അനുസരിച്ച് നോക്കിയാൽ ഫീനിക്സ് എ സ്റ്റാറിന്റെ 1000കണക്കിന് മടങ്ങ് മാസുള്ള ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരിക്കണം. അതും പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അത്രയും വലിയ ബ്ലാക്ക് ഹോൾസ് ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയില്ല എന്നത് ഈ സിദ്ധാന്തത്തിന്റെ ഒരു വലിയ പോരായ്മയാണ്.
രണ്ടാമത്തെ പ്രശ്നം, ഈ സിദ്ധാന്തത്തിന് പിന്നിൽ സമഗ്രമായ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. എന്നാൽ കോസ്മോളജിക്കൽ കോൺസ്റ്റന്റ് എന്നത് 100 വർഷങ്ങളോളം കൊണ്ട് സമഗ്രമായി നടത്തിയ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലൂടെ രൂപപ്പെടുത്തിയതാണ്. മൂന്നാമത്തെ പ്രശ്നം, ഈ സിദ്ധാന്തം വെറും ഒരു സംശയം മാത്രമാണ്, അല്ലാതെ കൃത്യമായ ഒരു തെളിവുമില്ല. 100 വർഷങ്ങളോളം നടത്തിയ സമഗ്രമായ പഠനങ്ങളെ വെറും ഒരു സംശയത്തിന്റെ പേരിൽ തള്ളിക്കളയാനാകില്ല. നാലാമത്, ബ്ലാക്ക് ഹോൾസ് വലിപ്പം വെക്കുന്നതിന് പിന്നിൽ ഒരുപക്ഷെ അജ്ഞാതമായ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടായിരിക്കാം. ഇങ്ങനെ ഈ സിദ്ധാന്തത്തിന് നിരവധി വെല്ലുവിളികളുണ്ട്. അതിനാൽ തൽക്കാലം ഇതിനെ വെറും ഒരു സാങ്കല്പിക സിദ്ധാന്തമായി മാത്രം പരിഗണിച്ചാൽ മതി.